ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. സുവിശേഷത്തിൽ യേശു ജെറുസലേം ദേവാലയത്തിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി എവിടെ നിന്നാണ് യേശുവിന് ഇതൊക്കെ ചെയ്യുവാനുള്ള അധികാരം ലഭിച്ചത് എന്ന് ചോദ്യം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആരാണ് യേശുവിന് ഇവയൊക്കെ ചെയ്യുവാനുള്ള അധികാരം കൊടുത്തത് എന്നവർ ചോദിക്കുകയാണ്. സത്യത്തിൽ ഇവരൊരു ഉത്തരം യേശുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പലപ്പോഴായി യേശു താൻ ദൈവപുത്രനാണ്, തൻ്റെ അധികാരം പിതാവായ ദൈവത്തിൽ നിന്നുമൊക്കെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിവർക്കറിയാം. അപ്പോൾ യേശുവിൻ്റെ ഉത്തരമല്ല ഇവർ പ്രതീക്ഷിക്കുന്നത്, മറിച്ച് യേശു പറയുന്ന ഉത്തരം വെച്ച് യേശുവിനെ കുടുക്കുവാനും അവനെ കഴിയുമെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കുവാനുമൊക്കെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കി യേശു അവരോട് മറുചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഇതിനൊരു ഉത്തരം നൽകുവാൻ അവർക്ക് കഴിയില്ലെന്ന് യേശുവിന് അറിയാം. കാരണം യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നുമാണെന്ന് ഇവർ അംഗീകരിക്കുകയാണെങ്കിൽ യേശുവിനെയും ഇവർ അംഗീകരിക്കണം. യോഹന്നാൻ തന്നെ യേശു ലോകരക്ഷകനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് പ്രഘോഷിച്ചവനാണ്. ഇനി മറിച്ചാണ് അവർ പറയുന്നതെങ്കിൽ, യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്നാണ് എന്നാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഇവരെ ആക്രമിക്കും. കാരണം യോഹന്നാനെ ദൈവം അയച്ച വലിയൊരു പ്രവാചകനായിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശുവിനെ കൊടുക്കാൻ വന്നവരെ യേശു ഒരു ചോദ്യത്തിലൂടെ കൊടുക്കുകയാണ്. ഈ സുവിശേഷം ശരിക്കും നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു ചോദ്യം യേശുവിനോട് ചോദിക്കുവാൻ ഇവർക്ക് തോന്നിയത് ശരിക്കും ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഭയമാണ്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. യേശു രാജാവാകുമെന്ന് പലപ്പോഴും പലരിൽ നിന്നുമൊക്കെ ഇവർ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവരുടെ ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ അധികാരം യേശു പിടിച്ചെടുക്കുകയും തങ്ങളെ അടിമകളാക്കുകയും ഒക്കെ ചെയ്യുമെന്ന ഭയത്തിൽ നിന്നുമാണ് അവർ യേശുവിനെ കൊടുക്കുവാൻ പദ്ധതി ഒരുക്കുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും ജനപ്രമാണികളെയും ഒക്കെ പോലെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് നാം ഭയക്കാറുണ്ടോ? ഈ ലോകത്തിലെ പല യുദ്ധങ്ങൾക്കും കാരണം ഈ അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്. ശരിക്കും ക്രിസ്തുവാണ് നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ അധികാരി. പലപ്പോഴും ഈ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും ജനപ്രമാണികളെയും ഒക്കെ പോലെ യേശുവിന് കൊടുക്കുവാനുള്ള അധികാരം നാം കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലും ഒരു ഭയമുണ്ട്. യേശു നമ്മുടെ മേൽ അധികാരം സ്ഥാപിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നാം പലതും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നശ്വര വസ്തുക്കളോടുള്ള നമ്മുടെ അധികാരങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ പലപ്പോഴും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട്. നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. എത്രമാത്രം അധികാരം എൻ്റെ ആത്മാവിൻ്റെ നാഥന് ഞാൻ കൊടുക്കുന്നുണ്ട്? എൻ്റെ സ്വാർത്ഥതയ്ക്കുമുപരി അവനെ എൻ്റെ മേലധികാരം സ്ഥാപിക്കുവാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.